ഇപ്പോൾ ഏതൊരു ബിസിനസ് ആണെങ്കിലും അവിടെ മണി കൊണ്ട് സോൾവ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് പ്രോബ്ലംസ്, ഒരുപാട് ചലഞ്ചസ് നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. അങ്ങനെ സിറ്റുവേഷനിൽ നമുക്ക് അത് എങ്ങനെയൊക്കെ ഫേസ് ചെയ്യാം, അതുപോലെ എങ്ങനെ അത് ഓവർകം ചെയ്യാം? എല്ലാവരുടെയും ഒരു തോട്ടാണ് നമുക്ക് ഇനഫ് ഫണ്ടിങ് ഒരു കമ്പനിയിൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും തീരുന്നുള്ളത്. ഫോർ എക്സാമ്പിൾ നമുക്ക് കുറേ പൈസ ഉണ്ട്, പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് നല്ല ടീമിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അത് പൈസ ഉണ്ടെങ്കിൽ പറ്റില്ല. അതെന്ന് വെച്ചാൽ നമ്മുടെ സ്കില്ലാണ്. എത്ര നല്ല ടീമിനെ എങ്ങനെ എടുക്കണം എന്നുള്ളത് നമ്മുടെ സ്കില്ലാണ്. അപ്പൊ അതില്ലെങ്കിൽ നമുക്ക് എത്ര പൈസ ഉണ്ടായിട്ടും കാര്യമില്ല. അപ്പൊ ആ ഒരു ആർട്ട് നമ്മൾ പഠിക്കണം. എങ്ങനെ നല്ല ടാലൻസിനെ നമ്മളെ ടീമിലേക്ക് കൊണ്ടുവരാം എന്നുള്ളത് നമ്മൾ പഠിക്കണം. അതേപോലെ തന്നെ പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ് ഒരു ഫൗണ്ടർക്ക് അയാളുടെ വിഷൻ കറക്റ്റ് ആവുക എന്നുള്ളത്, പർപ്പസ് കറക്റ്റ് ആവുക എന്നുള്ളത്. എന്തിന് ഈ ബിസിനസ് ചെയ്യുന്നു, എന്തിന് ഈ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങുന്നു, എന്താണ് അതിന്റെ വിഷൻ എന്നുള്ളത് അവർക്ക് അറിയില്ലെങ്കിൽ അതും നമുക്ക് പൈസ കൊടുത്താൽ കിട്ടില്ലല്ലോ. കാരണം ഒരു ഐഡിയ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്കൊരു സ്റ്റാർട്ടപ്പ് സക്സസ് ആക്കാൻ കഴിയില്ല. എത്രയോ നല്ല നല്ല ഐഡിയാസ് ഫെയിൽ ആയിട്ടുണ്ട്. ഇഷ്ടം പോലെ നമ്മുടെ മുമ്പിൽ എക്സാമ്പിൾസ് ഉണ്ട്. അപ്പം ഉള്ളതുകൊണ്ട് മാത്രം ഒരു കമ്പനി സക്സസ് ആവില്ല. നമുക്ക് ഇതിനെ ഓവർകം ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റൈറ്റ് ടീമിനെ എടുക്കാവുന്നത് എങ്ങനെ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഈ വിഷന്റെ കേസ് പറയുന്നുണ്ടെങ്കിൽ എന്തിന് നമ്മളിത് തുടങ്ങണം, എന്താണ് നമ്മൾ സോൾവ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മളും നമ്മുടെ ടീമും അറിഞ്ഞിരിക്കുക. അങ്ങനെ ആവുമ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് കുറെ അധികം മുന്നോട്ട് പോകാൻ പറ്റും.